ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വെടിയൊച്ച ആയുധം വൃത്തിയാക്കുന്നതിനിടയിലാണ് പൊട്ടിയത്. ഡ്യൂട്ടി മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ആയുധം വൃത്തിയാക്കും. ഇതിനിടയിലാണ് അബദ്ധമുണ്ടായത്. ആയുധം താഴേക്ക് പിടിച്ചാണ് വൃത്തിയാക്കേണ്ടത്. ഈ പ്രോട്ടോകോൾ പാലിച്ചതുകൊണ്ട് അപകടമൊഴിവായി. നിലത്തേക്കാണ് വെടിയുതിർത്തത്. എങ്കിലും വെടിയൊച്ച ക്ഷേത്രത്തിൽ ആശങ്കയുണ്ടാക്കി. സുരക്ഷ വീഴ്ചയായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തും. ഈ അടുത്ത കാലത്ത് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉയരുന്നത്. കണ്ണടയിൽ രഹസ്യ ക്യാമറയുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഗുജറാത്ത് സ്വദേശി ഏറെ ചർച്ചയായിരുന്നു. അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ഷായെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും. അതിസുരക്ഷാ മേഖലയിൽ ചിത്രീകരണത്തിന് ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. പിന്നീട് വിട്ടയച്ചു. സംഘത്തിൽ സുരേന്ദ്ര ഷായ്ക്കൊപ്പം 5 സ്ത്രീകളും ഉണ്ടായിരുന്നു. മധുര, രാമേശ്വരം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് സംഘം തിരുവനന്തപുരത്ത് എത്തിയത്. കൗതുകത്തിന് വേണ്ടിയാണ് രഹസ്യ ക്യാമറയിൽ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്ര ഷായ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണട കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് സുരേന്ദ്ര ഷായുടെ കണ്ണടയിൽ ഒരു ലൈറ്റ് തെളിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കണ്ണട പരിശോധിച്ചു. തുടർന്ന് ഇയാളെ ഫോർട്ട് പോലീസിന് കൈമാറി. വിശദമായ പരിശോധനയിൽ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുകയായിരുന്നു എന്ന് കണ്ടെത്തി. വ്യക്തമായ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ക്യാമറ വിദേശത്തു നിന്നാണ് ഇയാൾ വാങ്ങിയത്. പക്ഷെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഇത് ഏറെ വിവാദമായി. ഇതിനൊപ്പം അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ സ്വർണവും കളവ് പോയി. പിന്നീട് ഇത് കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ ആരാണ് ഇത് എടുത്തതെന്നും മണ്ണിൽ ഉപേക്ഷിച്ചതെന്നും കണ്ടെത്താനായിട്ടില്ല. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ 13 പവന്റെ ദണ്ഡ് ക്ഷേത്ര വളപ്പിലെ മണൽ പരപ്പിൽ നിന്ന് കണ്ടുകിട്ടുകയായിരുന്നു. പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും ചേർന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ദണ്ഡ് ലഭിച്ചു. മണലിൽ പുതഞ്ഞ നിലയിലായിരുന്നു. 7-നാണ് സുരക്ഷാ മുറിയിൽ നിന്ന് ഇത് പുറത്തെടുത്തത്. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു. മോഷണ ശ്രമമാണെന്ന് കരുതുന്നില്ലെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൊതിയുന്നതിനായിട്ടാണ് ദണ്ഡ് പുറത്തെടുത്തത്. കാഡ്മിയം കലർന്നതിനാൽ കാഴ്ചയിൽ പിച്ചളയുടെ നിറമാണ്. പടിഞ്ഞാറേ നടയിലെ വാതിലിന്റെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണ തകിട് ചേർക്കുന്ന ജോലി ബുധനാഴ്ചയാണ് അവസാനിച്ചത്. ഇതിനുശേഷം സ്വർണം മുറിയിലേക്ക് മാറ്റിയിരുന്നു. ശനിയാഴ്ച രാവിലെ കണക്കെടുത്തപ്പോഴാണ് ദണ്ഡ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. ക്ഷേത്രം അധികൃതരുടെ പരാതിയിൽ ഫോർട്ട് പോലീസ് കേസെടുത്തിരുന്നു. കുറച്ചു കാലം മുമ്പ് ഉരുളിയും ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിരുന്നു. ഇതും കണ്ടെടുക്കാനായി എന്നതാണ് വസ്തുത.